ഹായ് പ്രിയപ്പെട്ട കുട്ടികളെ, ഇപ്പോൾ നമ്മളിവിടെ സെക്കൻഡ് ചാപ്റ്റർ അരേസ് എന്നുള്ള ചാപ്റ്ററിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആ അരേസ് എന്നുള്ള ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടില്ല, അതിനെ ചെറിയ ചെറിയ വീഡിയോകളാക്കിയാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ ഫസ്റ്റ് വീഡിയോയിൽ അരേസിൻ്റെ കവർ ചെയ്യുന്ന പോർഷൻസ് അരേസ് ആൻഡ് ഇറ്റ്സ് നീഡ്, ഡിക്ലെയറിംഗ് അരേസ്, മെമ്മറി അലോക്കേഷൻ ഫോർ അരേസ്, അരേ ഇനിഷ്യലൈസേഷൻ, ആക്സസിങ് എലമെൻറ്റ്സ് ഓഫ് അരേസ്. ഇത്രയും കാര്യങ്ങളാണ് സെക്കൻഡ് ചാപ്റ്ററിൽ അരേയെക്കുറിച്ച് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് പാഠഭാഗത്തിലേക്ക് പോകാം. അപ്പോൾ എന്താണ് അരേസ്? അരേസ് എന്താണെന്നാണ് പറയാൻ പോകുന്നത്. Array is a collection of elements of the same type placed in a contiguous memory location. Array എന്ന് പറയുന്നത് is a collection of same elements placed in a contiguous memory location. കണ്ടിന്യൂസ് ആയിട്ടുള്ള മെമ്മറി ലൊക്കേഷനിൽ പ്ലേസ് ചെയ്യുന്ന ഒരേ തരത്തിലുള്ള എലമെന്റുകളുടെ കളക്ഷനെയാണ് അരേ എന്ന് നമ്മൾ പറയുന്നത്. പിന്നെ അരേക്ക് കുറച്ച് പ്രത്യേകതകളുണ്ട്. അരേ are used to store a set of values of the same type under a single variable name. അപ്പോൾ അരേക്ക് ഒരൊറ്റ പേരെ നമ്മൾ കൊടുക്കുള്ളൂ. ആ പേരിലാണ് ഒന്നിൽ കൂടുതൽ ഒരേ തരത്തിലുള്ള എലമെന്റുകളെ സ്റ്റോർ ചെയ്യുന്നത്. Each element in an array can be accessed using its position in the list called index number or subscript. അരയിലെ ഓരോ എലമെന്റുകളെയും നമ്മൾ ആക്സസ് ചെയ്യുന്നത് അതിന്റെ പൊസിഷൻ നമ്പർ ഉപയോഗിച്ചിട്ടാണ്. ഈ പൊസിഷൻ നമ്പറിനെ ഇൻഡെക്സ് അല്ലെങ്കിൽ സബ്സ്ക്രിപ്റ്റ് എന്നാണ് വിളിക്കുന്നത്. ഇത്രയാണ് അരയുടെ ഒരു ജനറൽ ഐഡിയ. അപ്പൊ അരേ എന്ന് പറയുന്നത് കളക്ഷൻ ഓഫ് സെയിം ടൈപ്പ് ഓഫ് എലമെന്റ്സ് പ്ലേസ്ഡ് ഇൻ എ കണ്ടിന്യൂസ് മെമ്മറി ലൊക്കേഷൻ. ഇതിന് എന്തുണ്ടാവും? ഒരു സിംഗിൾ വേരിയബിൾ നെയിം ആയിരിക്കും ഉണ്ടായിരിക്കുക. ഈ സിംഗിൾ വേരിയബിൾ നെയിമിലായിരിക്കും അരയിൽ ഒന്നിൽ കൂടുതൽ എലമെന്റ്സുകളെ സ്റ്റോർ ചെയ്യുന്നത്. അരയിലെ ഓരോ എലമെന്റ്സുകളെയും ആക്സസ് ചെയ്യുന്നത് അതിന്റെ പൊസിഷൻ നമ്പർ ഉപയോഗിച്ചിട്ടാണ്. അതിനെ നമ്മൾ ഇൻഡെക്സ് നമ്പർ ഓർ സബ്സ്ക്രിപ്റ്റ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, അത്രയും ക്ലിയർ ആയല്ലോ. അപ്പോൾ നെക്സ്റ്റ് ടോപ്പിക് അല്ല, അരയുടെ തന്നെ ബാക്കി എക്സ്പ്ലനേഷൻ. ഫോർ എക്സാമ്പിൾ, എന്തുകൊണ്ടാണ് നമ്മൾ അരേ ഉപയോഗിക്കുന്നത്, അരയുടെ ആവശ്യകത എന്തെന്നാണ് അടുത്ത പറയാൻ പോകുന്നത്. ഇപ്പോൾ അരയിൽ നമുക്ക് എക്സാമ്പിൾ, വി വിൽ നീഡ് ടു 20 വേരിയബിൾസ് ടു സ്റ്റോർ എ സ്റ്റുഡന്റ് സ്കോർ. അതായത് ഒരു സ്റ്റുഡന്റിന്റെ സ്കോർ സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് 20 വേരിയബിൾ ആവശ്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? 20 വേരിയബിൾ ഇതുപോലെ ഡിക്ലെയർ ചെയ്യും. അതായത് ഇന്റ് എ കോമ ബി കോമ സി കോമ ഡി എക്സെട്ര, അങ്ങനെ 20 വേരിയബിൾ നമ്മൾ ഇതുപോലെ ഡിക്ലെയർ ചെയ്യും. അതുപോലെ ഈ 20 വേരിയബിൾ ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യുന്നു? ആക്സസ് ചെയ്യുന്നു അല്ലേ? എന്നിട്ട് അതിന്റെ ആവറേജ് കണ്ടുപിടിച്ചേക്കുന്നു. അപ്പം 20 വേരിയബിൾ ഉള്ളപ്പോൾ നമ്മൾ 20 വേരിയബിളിനെ ഡിക്ലെയർ ചെയ്തു, ആ 20 വേരിയബിൾ റീഡ് ചെയ്തു, എന്നിട്ട് അതിനകത്ത് നമ്മൾ പ്രോസസ്സ് നടത്തി. ആ സന്ദർഭത്തിൽ നമുക്ക് 1000 വേരിയബിളോ 10000 വേരിയബിളോ ആണെങ്കിലോ അത് വളരെയധികം ഡിഫിക്കൽട്ട് ആയിരിക്കും അല്ലേ? അപ്പൊ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് നമുക്ക് അരയുടെ ആവശ്യകത വരുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? എത്ര എലമെന്റ് ആണോ സ്റ്റോർ ചെയ്യേണ്ടത്, ആ സ്റ്റോർ ചെയ്യേണ്ടുന്ന സൈസ് മാത്രം നമ്മൾ അരയിൽ പറഞ്ഞു കൊടുക്കുകയാണ്. 100 എന്ന് പറഞ്ഞാൽ ആ അരേ 100 എലമെന്റ് സ്റ്റോർ ചെയ്യും. അടുത്ത അരയുടെ സൈസ് 1000 എന്ന് പറഞ്ഞാൽ ആ അരയിൽ 1000 എലമെന്റ് സ്റ്റോർ ചെയ്യും. ഇതുപോലെ ഇത്രയും വേരിയബിൾ നമ്മൾ ഡിക്ലെയർ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അപ്പൊ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് നമുക്ക് അരയുടെ കൺസെപ്റ്റ് ഉണ്ടായത്. ഇനി അരേ ഉപയോഗിക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അരേ എങ്ങനെയാണ് ഡിക്ലെയർ ചെയ്യേണ്ടത്, അരേ എങ്ങനെ ഇനിഷ്യലൈസ് ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളാണ് അടുത്ത് പറയാൻ പോകുന്നത്. അപ്പൊ ഡിക്ലറേഷൻ അരേസ്, അരേ എങ്ങനെയാണ് ഡിക്ലെയർ ചെയ്യേണ്ടത്? അരേ ഡിക്ലെയർ ചെയ്യേണ്ടുന്ന സിൻടാക്സ് ആണ് ഇതാണ് ഈ കാണിച്ചിരിക്കുന്നത്. അരേ ഡിക്ലെയർ ചെയ്യുമ്പം ഡേറ്റ ടൈപ്പ്, അരേ നെയിം, സൈസ്. അരേ നെയിം ആ വേരിയബിളിന്റെ അരയുടെ പേര്. ഡേറ്റ ടൈപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ആ അരേ ഏത് തരത്തിലുള്ള ഡേറ്റയാണ് സ്റ്റോർ ചെയ്യുന്നത്. ആ ഡേറ്റ ടൈപ്പിൽ നമ്മൾ ഇന്റ് എന്നാണ് കൊടുക്കുന്നതെങ്കിൽ അത് ഇന്റിജർ ഡേറ്റ ആയിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. ഈ സൈസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? സൈസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ അരയിൽ എത്ര എലമെന്റ് സ്റ്റോർ ചെയ്യണം, ആ അരയിൽ എത്ര എലമെന്റ് സ്റ്റോർ ചെയ്യണം എന്നതാണ് സൈസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? അരേ ഡിക്ലെയർ ചെയ്യേണ്ടത്. അരേ ഡേറ്റ ടൈപ്പ്, അരേ നെയിം, സൈസ്, ഈ രീതിയിലാണ് നമ്മൾ അരേ ഡിക്ലെയർ ചെയ്യുന്നത്. ഇവിടെ ഒരു എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട്. ഇന്റ് നം ഓഫ് 10. അപ്പൊ ഇതിന്റെ മീനിങ് എന്താണ്? നം എന്ന് പറയുന്നത് അരയുടെ നെയിം, ഇന്റ് എന്ന് പറയുന്നത് അരയുടെ ടൈപ്പ്, 10 എന്ന് പറയുന്നത് അരയുടെ സൈസ്. അപ്പൊ നം എന്ന് പറയുന്ന അരയിൽ ഇന്റിജർ നമ്പർ 10 സ്റ്റോർ ചെയ്യാം. 10 ഇന്റിജർ നമ്പർ സ്റ്റോർ ചെയ്യാനുള്ള അരയാണ് ഈ നം എന്ന് പറയുന്നത്. ഈ നം എന്ന് പറയുന്നത് 10 ഇന്റിജർ നമ്പർ സ്റ്റോർ ചെയ്യാനുള്ള അര ആണ്.
ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആയി കാണുമല്ലോ. നെക്സ്റ്റ് പറയുന്നത് ഈച്ച് ഐറ്റം ഇൻ ആൻ അരേ ഈസ് കോൾഡ് ആൻ എലമെന്റ്. അരയിലെ ഓരോ എലമെന്റുകളെ നമ്മൾ എന്തെന്നാ വിളിക്കുന്നത്? എലമെന്റ് എന്നാണ് വിളിക്കുന്നത്. അരയുടെ എലമെന്റ് എന്നാണ് വിളിക്കുന്നത്. The elements in the array are stored sequentially. അരയിലെ ഓരോ എലമെന്റ്സുകളെയും സീക്വൻഷ്യൽ ആയിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. അതായത് ഫസ്റ്റ് എലമെന്റ് ഈസ് സ്റ്റോർഡ് ഇൻ ദി ഫസ്റ്റ് ലൊക്കേഷൻ, സെക്കൻഡ് എലമെന്റ് ഈസ് സ്റ്റോർഡ് ഇൻ ദി സെക്കൻഡ് ലൊക്കേഷൻ ആൻഡ് തേർഡ് എലമെന്റ് ഈസ് സ്റ്റോർഡ് ഇൻ ദി തേർഡ് ലൊക്കേഷൻ ആൻഡ് സോ ഓൺ. അല്ലേ? അപ്പൊ അരയിലെ എലമെന്റുകളെ ഫസ്റ്റ് എലമെന്റിനെ നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് ഫസ്റ്റ് ലൊക്കേഷൻ, സെക്കൻഡ് എലമെന്റ് സ്റ്റോർ ചെയ്യുന്നത് സെക്കൻഡ് ലൊക്കേഷൻ, തേർഡ് എലമെന്റ് തേർഡ് ലൊക്കേഷൻ, അങ്ങനെയാണ് അരയിലെ ഓരോ എലമെന്റുകളെയും എന്ത് ചെയ്യുന്നത്? സ്റ്റോർ ചെയ്യുന്നത്. അതിന്റെ എക്സാമ്പിൾ ഫിഗർ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. അതായത് അരയിലെ ഫസ്റ്റ് എലമെന്റ് 0, 1, 2, 3 അങ്ങനെ 10 എലമെന്റ് സ്റ്റോർ ചെയ്യുന്ന അരയാണ് നമ്മ. അല്ലെ? ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് 10 എലമെന്റ് സ്റ്റോർ ചെയ്യുന്ന അരയാണ് നമ്മ. അപ്പൊ ഇവിടെ ഫസ്റ്റ് എലമെന്റ് ഇവിടെ സ്റ്റോർ ചെയ്യുന്നത് ഫസ്റ്റ് ലൊക്കേഷൻ. അരയുടെ ഫസ്റ്റ് ലൊക്കേഷൻ എന്ന് പറയുന്നത് എപ്പോഴും എന്ത് തന്നെയായിരിക്കും? 0 ആയിരിക്കും അരയുടെ ഫസ്റ്റ് ലൊക്കേഷൻ. അപ്പൊ നം ഓഫ് 0 എന്നാണ് നമ്മൾ അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത്, 0th എലമെന്റ്. അടുത്ത അരയുടെ സെക്കൻഡ് ലൊക്കേഷൻ എന്ന് പറയുന്നത് 1 ആണ്. തേർഡ് ലൊക്കേഷൻ 2 ആണ്. അങ്ങനെ 10ാമത്തെ ലൊക്കേഷൻ ആണ് എന്ത്? 9. അപ്പൊ അരയില് 0, 1, 2, 3 അങ്ങനെ ഓർഡറിൽ 0 മുതൽ 9 വരെയുള്ള ലൊക്കേഷനിലാണ്. അപ്പൊ ഇവിടെ 10 ആയല്ലോ, 0 മുതൽ 9 വരെ, അപ്പൊ 10 എലമെന്റ് ആയി അല്ലേ? അപ്പൊ 10 ലൊക്കേഷനിൽ എലമെന്റുകൾ ഇങ്ങനെ സീക്വൻഷ്യൽ ആയിട്ട് സ്റ്റോർ ചെയ്യും. ഇപ്പൊ ഈ ഒരു ലൊക്കേഷൻ ഉണ്ടല്ലോ, ഈ 0, 1, 2, 3, ഈ ലൊക്കേഷനെ നമ്മൾ കോമൺ ആയിട്ട് വിളിക്കുന്ന പേരാണ് അരേ ഇൻഡെക്സ്. എന്താണ്? അരേ ഇൻഡെക്സ്. അതാണ് അടുത്ത് പറഞ്ഞിരിക്കുന്നത്. Since the elements in an array are stored sequentially, any element can be accessed by giving the array name and its element's position. This position is called index or subscript value. അതായത് അരയിലെ എല്ലാ എലമെന്റുകളും സീക്വൻഷ്യൽ ആയിട്ടാണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. ഇങ്ങനെ സീക്വൻഷ്യൽ ആയിട്ട് സ്റ്റോർ ചെയ്യുന്ന അരേ എലമെന്റുകളെ ആക്സസ് ചെയ്യുന്നത് അരേ നെയിം ആൻഡ് എലമെന്റ്സ് പൊസിഷൻ, അരയുടെ പേരും അതിന്റെ പൊസിഷൻ നമ്പറും ഉപയോഗിച്ചിട്ടാണ് അരയിലെ ഓരോ എലമെന്റുകളെയും ആക്സസ് ചെയ്യുന്നത്. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് നം ഓഫ് 0. കണ്ടോ? ദിസ് പൊസിഷൻ ഈസ് കോൾഡ്, ഇങ്ങനെ എടുക്കുന്ന പൊസിഷനെയാണ് ഇൻഡെക്സ് ഓർ സബ്സ്ക്രിപ്റ്റ് എന്ന് നമ്മൾ വിളിക്കുന്നത്. എന്താണ്? ഇൻഡെക്സ് ഓർ സബ്സ്ക്രിപ്റ്റ് എന്ന് വിളിക്കുന്നത്. ഈ അരയുടെ ഒരു പ്രത്യേകത, അരേ ഇൻഡെക്സ് സ്റ്റാർട്ട് വിത്ത് 0. മിക്കവാറും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ് അരേ ഇൻഡെക്സ് സ്റ്റാർട്ട് വിത്ത് 0. അരയുടെ ഇൻഡെക്സ് എവിടെ നിന്നാണ് തുടങ്ങുന്നത്? 0ൽ നിന്നാണ് അരയുടെ ഇൻഡെക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അത്രയും അരേ എങ്ങനെയാണ് ഡിക്ലെയർ ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. എക്സാമ്പിൾ, അരേ ഡിക്ലെയർ ചെയ്യാനുള്ള എക്സാമ്പിൾ ആണ് ഈ പറയുന്നത്. ഇന്റ് നം ഓഫ് 10. അരേ ഡിക്ലെയർ ചെയ്തിരിക്കുകയാണ്, ഒരു ഇൻഡിജർ അരേ ഡിക്ലെയർ ചെയ്തിരിക്കുകയാണ്. നം എന്ന് പറയുന്നതാണ് അരയുടെ പേര്, ഇന്റ് എന്ന് പറയുന്നതിന്റെ ഡേറ്റ ടൈപ്പ്, 10 എന്ന് പറയുന്ന സൈസ്. അപ്പൊ 10 ഇൻഡിജർ നമ്പർ സ്റ്റോർ ചെയ്യാനുള്ള അരേ നമ്മളിവിടെ ഡിക്ലെയർ ചെയ്തിരിക്കുകയാണ്. ദ പോസിബിൾ ഇൻഡെക്സ് വാല്യൂ ആർ ഫ്രം 0 to 9. അപ്പൊ ഈ നം എന്ന് പറയുന്ന അരയുടെ ഇൻഡെക്സ് വാല്യൂ എങ്ങനെയായിരിക്കും? 0ൽ നിന്ന് തുടങ്ങി 9ൽ അവസാനിക്കും. 0 to 9 ആയിരിക്കും അതിന്റെ പോസിബിൾ ഇൻഡെക്സ് വാല്യൂ. ഫസ്റ്റ് എലമെന്റ് ക്യാൻ ബി റെഫേർഡ് as, അരയിലെ ഫസ്റ്റ് എലമെന്റ് നമ്മൾ എങ്ങനെ റെഫർ ചെയ്യും? നം ഓഫ് 0. അതായത് നം കഴിഞ്ഞ് ഒരു സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിൽ നമ്മൾ 0 എന്ന് പറഞ്ഞ് എഴുതും. ഇതെന്താണ്? ഫസ്റ്റ് എലമെന്റ്. ലാസ്റ്റ് എലമെന്റ് എങ്ങനെ എഴുതും? നം ഓഫ് 9. ലാസ്റ്റ് എലമെന്റ് നമ്മൾ എങ്ങനെ എഴുതും? നം ഓഫ് 9, ലാസ്റ്റ് എലമെന്റ്. അപ്പൊ ഈ നം ഓഫ് 0 എന്നൊക്കെ എഴുതുന്നതിനെ നമ്മൾ വായിക്കുന്ന നം ഓഫ് 0 അല്ലെങ്കിൽ നം 0 എന്നൊക്കെയാണ് നമ്മൾ അതിനെ പ്രൊനൗൺസ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെയാണ് അരേ നമുക്ക് ഡിക്ലെയർ ചെയ്യുന്നത്. അപ്പൊ അരേ ഡിക്ലറേഷൻ മനസ്സിലായി. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് എങ്ങനെയാണ് അരയുടെ മെമ്മറി അലോക്കേഷൻ നടക്കുന്നത്. അരയുടെ മെമ്മറി അലോക്കേഷൻ എങ്ങനെയാണ് നടക്കുന്നത്? മെമ്മറി അലോക്കേഷൻ ഓഫ് അരേ, അരയുടെ മെമ്മറി അലോക്കേഷൻ എങ്ങനെ നടക്കുന്നു? അവിടെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ദ എമൗണ്ട് ഓഫ് സ്റ്റോറേജ് റിക്വയർഡ് ടു ഹോൾഡ് ആൻ അരേ ഈസ് ഡയറക്ട്ലി റിലേറ്റഡ് ടു ഇറ്റ്സ് ടൈപ്പ് ആൻഡ് സൈസ്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ദ എമൗണ്ട് ഓഫ് സ്റ്റോറേജ് റിക്വയർഡ് ടു ഹോൾഡ് ആൻ അരേ, അരയിലെ എലമെന്റുകൾ സ്റ്റോർ ചെയ്യേണ്ടുന്ന സ്റ്റോറേജ് സ്പേസ് എന്ന് പറയുന്നത് ഡയറക്ട്ലി റിലേറ്റഡ് ടു ഇറ്റ്സ് ടൈപ്പ്, അതിന്റെ ടൈപ്പിനെയും അതിന്റെ സൈസിനെയും റിലേറ്റ് ചെയ്തിരിക്കുന്നു അല്ലേ? അതിന് എക്സാമ്പിൾ കാണിച്ചു തരാം. ഫോർ എക്സാമ്പിൾ, സിൻസ് നം ഈസ് ആൻ ഇൻഡിജർ ടൈപ്പ് അരേ, നം എന്ന് പറയുന്ന ഒരു ഇൻഡിജർ ടൈപ്പ് അരയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മിന്റെ സൈസ് എത്രയാണെന്ന് നമുക്കറിയാം? 4 ബൈറ്റ് ആണ് നമ്മിന്റെ സൈസ്. അപ്പോൾ ഒരു ഇൻഡിജർ നമ്പറിനെ സ്റ്റോർ ചെയ്യാൻ നമുക്ക് 4 ബൈറ്റ് വേണം അല്ലേ? അപ്പൊ ഇവിടെ എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട്, നം മെമ്മറി അലോക്കേഷൻ ഓഫ് ആൻ ഇൻഡിജർ അരേ. ഇപ്പൊ ഇവിടെ 4 ഇൻഡിജർ നമ്പർ സ്റ്റോർ ചെയ്യുന്ന ഒരു അരയുടെ അലോക്കേഷൻ ആണ് ഈ കാണിച്ചേക്കുന്നത്.
അപ്പൊ എന്താ ഇവിടെ നം ഓഫ് സീറോ നോക്കൂ, നം ഓഫ് സീറോ സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടി 1, 2, 3, 4 അല്ലെ, ഈ 4 ലൊക്കേഷൻ നം ഓഫ് സീറോ സ്റ്റോർ ചെയ്യുന്നതിന് വേണം. അടുത്ത നം ഓഫ് വൺ സ്റ്റോർ ചെയ്യാൻ അടുത്ത 4 ലൊക്കേഷൻ നം ഓഫ് 1 സ്റ്റോർ ചെയ്യാൻ വേണം അല്ലെ. നെക്സ്റ്റ് നം ഓഫ് 2, അടുത്ത 4 ലൊക്കേഷൻ നം ഓഫ് 2 സ്റ്റോർ ചെയ്യുന്നതിന് വേണം. നം ഓഫ് 3, അടുത്ത 4 ലൊക്കേഷൻ നം ഓഫ് 3 സ്റ്റോർ ചെയ്യുന്നതിന് വേണം. അടുത്ത 4 ലൊക്കേഷൻ നം ഓഫ് 4 സ്റ്റോർ ചെയ്യുന്നതിന് വേണം. അപ്പൊ ഇവിടെ നമുക്ക് 5 എലമെന്റുകളെ സ്റ്റോർ ചെയ്യാൻ എത്ര സൈസ് വേണമെന്ന് നമുക്ക് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പൊ ഇവിടെ നം ഓഫ് 0 സ്റ്റോർ ചെയ്യാൻ 4, നം ഓഫ് 1ന് 4, അങ്ങനെ 5 പേരുണ്ടെങ്കിൽ എത്ര ആയിരിക്കും? ഇവിടെ 4, 4, 4, 8, 8, 4, 12, 12, 4, 16, 4, 20 അല്ലെ. അപ്പൊ 4 × 5, 5 നമ്പർ ഓഫ് എലമെന്റ്സ്. അപ്പൊ 4 × 5 20 മെമ്മറി ലൊക്കേഷൻ ആയിരിക്കും ഈ എന്ന് പറയുന്ന അറേ സ്റ്റോർ ചെയ്യാൻ വേണ്ടത്. അപ്പൊ ഇവിടെ ഒരു കോമൺ ആയിട്ടുള്ള ഒരു ഇക്വേഷൻ പറയുന്നുണ്ട്. ദ ടോട്ടൽ ബൈറ്റ് ഈക്വൽ ടു സൈസ് ഓഫ് അറേ ടൈപ്പ് ഇൻറ്റു സൈസ് ഓഫ് അറേ. അതായത് സ്റ്റോർ ചെയ്യുന്ന മെമ്മറിയുടെ ടോട്ടൽ ബൈറ്റ് എന്ന് പറയുന്നത് അറേയുടെ ഡേറ്റ ടൈപ്പിന്റെ സൈസ് ഗുണം അറേയുടെ സൈസ്, എലമെന്റുകളുടെ എണ്ണം അല്ലെ. ഇപ്പൊ എക്സാമ്പിൾ ഫ്ലോട്ട് a of 10 എന്ന് പറയുന്ന അരേക്ക് വേണ്ടുന്ന സൈസ് എത്ര ആയിരിക്കും? 4 × 10 40 ബൈറ്റ്സ് അല്ലെ. 4 × 10 40 ബൈറ്റ്സ്. 4 എന്ന് പറയുന്നത് ഫ്ലോട്ട് എന്ന് പറയുന്ന ഡേറ്റ ടൈപ്പിന് വേണ്ടുന്ന സൈസും 10 എന്ന് പറയുന്നത് അതിൽ 10 എലമെന്റ് ആണ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പൊ 4 × 10 4 ബൈറ്റ്സ്. ഇതാണ് അരേയുടെ മെമ്മറി അലോക്കേഷൻ. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് അരേ ഇനിഷ്യലൈസേഷൻ. അരേ എങ്ങനെയാണ് ഇനിഷ്യലൈസ് ചെയ്യുന്നത്? അപ്പം അരേ ഡിക്ലെയർ ചെയ്തു, അരേയുടെ മെമ്മറി അലോക്കേഷൻ നോക്കി. അടുത്തത് അരേ എങ്ങനെയാണ് ഇനിഷ്യലൈസ് ചെയ്യുന്നത്? അരേ ഇനിഷ്യലൈസേഷൻ നമുക്ക് നോക്കാം. Array element can be initialized in their declaration statement in the same manner as in the case of a variable. സാധാരണ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്ന പോലെ നമുക്ക് അരേ എലമെന്റും ഡിക്ലെയർ ചെയ്യാം. പക്ഷെ ഒരു പ്രത്യേകതയുണ്ട്, എക്സെപ്റ്റ് ദാറ്റ് ദ വാല്യൂ മസ്റ്റ് ബി ഇൻക്ലൂഡഡ് ഇൻ ബ്രേസസ്. അപ്പൊ അരേയിൽ എലമെന്റ്സുകൾ കൊടുക്കുമ്പോൾ നമ്മൾ എങ്ങനെ കൊടുക്കണം? ഇങ്ങനെ ബ്രേസ് സിമ്പലിൽ കൊടുക്കണം. അതിന് എക്സാമ്പിൾ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഇന്റ് സ്കോർ ഓഫ് 5, സ്കോർ ഓഫ് 5 എന്ന് പറയുന്ന ഒരു അരേ എടുത്തേക്കാണ്. അതെല്ലാം ഇന്റിജർ ഇന്റ് എന്നാണ് അതിന്റെ ഡേറ്റ ടൈപ്പ്. അപ്പൊ ഇന്റിജർ ആണ്. അപ്പൊ എങ്ങനെയാ ആ 5 ഇന്റിജർ നമ്പർ കൊടുത്തിരിക്കുന്നു നോക്കൂ. ബ്രേസ് സിമ്പലിനുള്ളിൽ 98, 87, 92, 79, 85 എലമെന്റ്സുകളെല്ലാം കോമ ഇട്ട് സെപ്പറേറ്റ് ചെയ്ത് ബ്രേസ് സിമ്പലിനുള്ളിൽ കൊടുത്തിരിക്കുകയാണ്. ഇപ്പൊ അതുപോലെ ഒരു ക്യാരക്ടർ അരേ ഡിക്ലെയർ ചെയ്തിരിക്കുകയാണ്. അപ്പൊ ക്യാരക്ടർ അരേ ആകുമ്പോൾ ക്യാരക്ടർ എലമെന്റുകളാണ് അല്ലെ. അപ്പൊ ഓരോ ക്യാരക്ടർ എലമെന്റുകളെയും സിംഗിൾ കോഴ്സിനുള്ളിലാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. അതുപോലെ ഒരു ഫ്ലോട്ടിംഗ് പോയിന്റ് അരേ ഡിക്ലെയർ ചെയ്തിരിക്കുകയാണ്. നോക്കൂ, ഒരു ഫ്ലോട്ടിംഗ് പോയിന്റ് അരേ ഡിക്ലെയർ ചെയ്തിരിക്കുകയാണ്. ഇനി അരേ ഇനിഷ്യലൈസ് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന വേറൊരു കാര്യമുണ്ട്. ദ ഇനിഷ്യൽ വാല്യൂ ആർ സ്റ്റോർഡ് ഇൻ ദ ഓർഡർ ദേ ആർ റിട്ടേൺ. അരേയിൽ നമ്മളൊരു വാല്യൂ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഓർഡർ എന്ന് പറയുന്നത്, അതിന് സ്റ്റോർ ചെയ്യേണ്ടുന്ന ഓർഡർ എന്ന് പറയുന്നത് ഇതുപോലെ ആയിരിക്കും. ഫസ്റ്റ് വാല്യൂ യൂസ്ഡ് ഇൻ ദി ഇനിഷ്യൽ എലമെന്റ് 0. ഫസ്റ്റ് വാല്യൂ എന്തായിരിക്കും? എലമെന്റ് 0-ലായിരിക്കും. സെക്കൻഡ് വാല്യൂ എന്ന് പറയുന്ന എലമെന്റ് 1 ആയിരിക്കും. തേർഡ് വാല്യൂ എലമെന്റ് 2 ആയിരിക്കും, ആൻഡ് സോ ഓൺ. അതായത് ഇപ്പൊ സ്കോർ ഓഫ് 5 ഇനിഷ്യലൈസ് ചെയ്താൽ 98 എന്ന് പറയുന്ന സ്കോർ ഓഫ് 0-ൽ സ്റ്റോർ ചെയ്യും. 87 സ്കോർ ഓഫ് 1-ൽ സ്റ്റോർ ചെയ്യും അല്ലേ. അപ്പം ആദ്യത്തെ എലമെന്റ് ആദ്യത്തെ പൊസിഷനിൽ സ്റ്റോർ ചെയ്യും, രണ്ടാമത്തെ എലമെന്റ് രണ്ടാമത്തെ പൊസിഷൻ സ്റ്റോർ ചെയ്യും. അങ്ങനെ എല്ലാ എലമെന്റുകളും അത് ഇനിഷ്യലൈസ് ചെയ്തിരിക്കുന്ന അതേ ഓർഡറിലായിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. ഇനി അടുത്ത നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യമുണ്ട്. ഇഫ് ദി നമ്പർ ഓഫ് ഇനിഷ്യൽ വാല്യൂസ് ലെസ് ദാൻ ദ സൈസ് ഓഫ് ദി അരേ. അപ്പൊ നമ്മൾ ഇനിഷ്യൽ ചെയ്യുന്ന അരേയുടെ എലമെന്റ് അതിന്റെ സൈസിനേക്കാൾ കുറവാണെങ്കിൽ, സൈസ് ലെസ് ആണെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും? ദേ വിൽ ബി സ്റ്റോർഡ് ഇൻ ദി എലമെന്റ് സ്റ്റാർട്ടിംഗ് ഫ്രം ദ ഫസ്റ്റ് പൊസിഷൻ ആൻഡ് ദ റിമൈനിങ് പൊസിഷൻ വിൽ ബി ഇനിഷ്യലൈസ്ഡ് വിത്ത് 0 ഇൻ ദി കേസ് ഓഫ് എ ന്യൂമറിക് ഡേറ്റ ടൈപ്പ്. അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇപ്പൊ നമ്മൾ കൊടുക്കുന്ന ഇനിഷ്യൽ വാല്യൂ ഈസ് ലെസ് ദാൻ ദി സൈസ് ഓഫ് ദി അരേ. അരേയുടെ സൈസിനേക്കാൾ ചെറുതാണെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും? ഓരോ ആ എലമെന്റ് സ്റ്റോർ ചെയ്യുന്നത് സ്റ്റാർട്ടിംഗ് ഫ്രം ദി ഫസ്റ്റ് ലൊക്കേഷൻ തൊട്ട് എലമെന്റുകളെ സ്റ്റോർ ചെയ്യും അല്ലെ. ഫസ്റ്റ് പൊസിഷൻ തൊട്ട് എലമെന്റുകളെ സ്റ്റോർ ചെയ്യും. ഇനി സ്റ്റോർ ചെയ്യാൻ എലമെന്റ് ഇല്ലാതെ വരുമ്പോൾ റിമൈനിങ് പൊസിഷൻ വിൽ ബി ഇനിഷ്യലൈസ്ഡ് വിത്ത് 0. അതായത് ബാലൻസ് വരുന്ന എലമെന്റുകളെ 0 വെച്ച് ഇനിഷ്യലൈസ് ചെയ്യും അല്ലെ. എങ്ങനെയാണെങ്കിൽ അത് ന്യൂമറിക് അരേ ആണെങ്കിൽ, അതിന്റെ ഡേറ്റ ടൈപ്പ് ന്യൂമറിക് ആണെങ്കിൽ. ഇനി സപ്പോസ് അത് ക്യാരക്ടർ അരേ ആണെങ്കിലോ എന്ത് വെച്ച് ഇനിഷ്യലൈസ് ചെയ്യും? ഇവിടെ സ്പേസ് വെച്ച് ഇനിഷ്യലൈസ് ചെയ്യും. ക്യാരക്ടർ ആണെങ്കിൽ അവിടെ സ്പേസ് വെച്ച് ഇനിഷ്യലൈസ് ചെയ്യും.
ഇനി ഒരു കാര്യം കൂടെ അറേ ഇനിഷ്യലൈസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്, വെൻ ആൻ അറേ ഈസ് ഇനിഷ്യലൈസ്ഡ് വിത്ത് വാല്യൂ ദ സൈസ് ക്യാൻ ബി ഒമിറ്റഡ്. അറേ നമുക്ക് സൈസ് ഇല്ലാതെയും അറേ ഇനിഷ്യലൈസ് ചെയ്യാം. അതിന് എക്സാമ്പിൾ ആണ് ഈ കാണിച്ചേക്കുന്നത്. കണ്ടോ, അതിന് എക്സാമ്പിൾ ആണ് ഈ കാണിച്ചേക്കുന്നത്. ഇൻഡ് നം ഓഫ്, അതിന്റെ ഇടയ്ക്ക് ഉള്ളിൽ നമ്മൾ എന്ത് പറഞ്ഞിട്ടില്ല, ഇവിടെ സൈസ് പറഞ്ഞിട്ടില്ല, സൈസ് ബ്ലാങ്ക് ഇട്ടേക്കാണ് അല്ലെ. അപ്പൊ ഈ സൈസ് പറയാതെ നമുക്ക് അറേ ഇനിഷ്യലൈസ് ചെയ്യാം. അപ്പൊ ഇവിടുത്തെ സൈസ് എന്തായിരിക്കും, ഇവിടെ എത്ര എലമെന്റ് ആണോ ഇനിഷ്യലിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത്, ഇവിടെ 1 2 3 4 5 എലമെന്റ് ആയതുകൊണ്ട് ഈ അറേയുടെ സൈസ് ഓട്ടോമാറ്റിക്കലി എത്രയായി സെറ്റ് ആവും, 5 ആയിട്ട് സെറ്റ് ആവും. ഇത്രയാണ് അറേ ഇനിഷ്യലൈസ് ചെയ്യുന്നതിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. നെക്സ്റ്റ്, ആക്സസിങ് എലമെന്റ് ഓഫ് ആൻ അറേ. അറേയിലെ ഓരോ എലമെന്റുകളെയും നമുക്ക് എങ്ങനെയാണ് ആക്സസ് ചെയ്യുന്നത്. അപ്പൊ അറേ ഡിക്ലെയർ ചെയ്തു, മെമ്മറി അലോക്കേഷൻ നോക്കി, അതിനുശേഷം അറേ ഇനിഷ്യലൈസേഷൻ നോക്കി. നെക്സ്റ്റ് പറയുന്നത് അറേ നമ്മൾ എങ്ങനെയാണ് ആക്സസ് ചെയ്യുന്നത്, അറേയിലെ എലമെന്റുകളെ എങ്ങനെ ആക്സസ് ചെയ്യാം. Array element can be used anywhere in the program as we do in the case of a normal variable. അതായത് സാധാരണ വേരിയബിൾ ഉപയോഗിക്കുന്ന പോലെ അറേ എലമെന്റുകൾ നമുക്ക് ഉപയോഗിക്കാം അല്ലേ. ഇനി അടുത്ത പ്രത്യേകത അറേയുടെ only one element can be accessed at a time. അറേയിലെ ഒരു എലമെന്റുകളെ മാത്രമേ ഒരു ടൈം നമുക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. The elements is specified by the array name with a subscript. ഓരോ എലമെന്റുകളെ നമ്മൾ എങ്ങനെ സ്പെസിഫൈ ചെയ്യണം, അറേയുടെ പേരും അതിനോടൊപ്പം അതിന്റെ സബ്സ്ക്രിപ്റ്റ് കൂടി ചേർത്ത് വേണം എന്ത് ചെയ്യാൻ, അറേയുടെ എലമെന്റുകളെ സ്പെസിഫൈ ചെയ്യാൻ. എക്സാമ്പിൾ, സ്കോർ ഓഫ് 0 = 95. അപ്പോൾ ഇവിടെ എങ്ങനെ സ്പെസിഫൈ ചെയ്തു, സ്കോർ എന്ന് പറയുന്ന അറേയുടെ പേര്, 0 എന്ന് പറയുന്ന 0th ഇൻഡെക്സ്, അതിന്റെ ഇൻഡെക്സ് ആണ് അല്ലെ. അപ്പോൾ 0th ലൊക്കേഷനിൽ 95 എന്ന് പറയുന്ന വാല്യൂ സ്റ്റോർ ചെയ്യും. അടുത്തൊരു എക്സാമ്പിൾ, സ്കോർ ഓഫ് 1 = സ്കോർ ഓഫ് 0 - 11. സ്കോർ ഓഫ് 1ലേക്ക് സ്കോർ ഓഫ് 0യിൽ 11 മൈനസ് ചെയ്ത് ആ വാല്യൂ ആണ് സ്കോർ ഓഫ് 1ൽ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അതുപോലെ റീഡ് ചെയ്തിരിക്കുകയാണ്, സിഇൻ സ്കോർ ഓഫ് 2, അതായത് സ്കോർ ഓഫ് 2 എന്ന് പറയുന്ന എലമെന്റിനെ സീൻ ചെയ്തേക്കുന്നു. സ്കോർ ഓഫ് 3 = 79 എന്ന് പറയുന്ന വാല്യൂ സ്കോർ ഓഫ് 3യിലേക്ക് അസൈൻ ചെയ്തിരിക്കുന്നു. അപ്പോൾ ഓരോ എലമെന്റുകളെ ആക്സസ് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെ ആക്സസ് ചെയ്യണം, അറേയുടെ നെയിം വിത്ത് സബ്സ്ക്രിപ്റ്റ്, അറേയുടെ പേരും സബ്സ്ക്രിപ്റ്റും കൂടെ ചേർത്ത് വേണം നമ്മൾ ആക്സസ് ചെയ്യാൻ. ഇനി ഇവിടെ അടുത്തൊരു എക്സാമ്പിൾ, സ്കോർ ഓഫ് 0, സ്കോർ ഓഫ് 1, സ്കോർ ഓഫ് 2, സ്കോർ ഓഫ് 3, സ്കോർ ഓഫ് 4, ഇത് 4ഉം കൂടെ ആഡ് ചെയ്ത് സമ്മിലേക്ക് സ്റ്റോർ ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇവിടുത്തെ 5 എലമെന്റും കൂടെ 5 എലമെന്റിന്റെ വാല്യൂസ് കൂടി ആഡ് ചെയ്ത് സമ്മിൽ സ്റ്റോർ ചെയ്തിരിക്കുന്നു അല്ലേ. അപ്പോൾ ദ സബ്സ്ക്രിപ്റ്റ് ഇൻ ബ്രാക്കറ്റ് ക്യാൻ ബി വേരിയബിൾ ഓർ എ കോൺസ്റ്റന്റ് ഓർ ആൻ എക്സ്പ്രഷൻ. ഈ സബ്സ്ക്രിപ്റ്റ് നമ്മൾ സബ്സ്ക്രിപ്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന സംഭവം ഒന്നുകിൽ വേരിയബിൾ ആവാം, അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ആവാം, അല്ലെങ്കിൽ എക്സ്പ്രഷൻ ആയിട്ട് നമുക്കവിടെ കൊടുക്കാം. അപ്പൊ 5 എലമെന്റുകൾ നമ്മൾ സ്റ്റോർ ചെയ്തിരിക്കുന്ന കാര്യമാണ്. ഇവിടെ വീണ്ടും അതൊന്ന് കാണിച്ചേക്കണം. 5 എലമെന്റുകൾ സ്റ്റോർ ചെയ്തിരിക്കുകയാണ് അല്ലേ. അപ്പൊ ഇങ്ങനെ നമുക്ക് 5 എലമെന്റ് ഉള്ളതുകൊണ്ട് ഇതുപോലെ നമുക്ക് എഴുതാം അല്ലെ. 5 എലമെന്റ് ഉള്ളത് കൊണ്ട് ഇത് 0 1 2 3 4 ഇങ്ങനെ നമുക്ക് എഴുതാം. പക്ഷെ നമുക്ക് 10 എലമെന്റ് 20 എലമെന്റ് അല്ലെങ്കിൽ 100 എലമെന്റ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ നിരത്തി ആഡ് ചെയ്യാനൊക്കെ വളരെ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. അങ്ങനെ വരുന്ന കേസിലാണ് നമ്മൾ പഠിച്ച കൺട്രോൾ സ്റ്റേറ്റ്മെന്റ് ആയ ഫോർ ലൂപ്പിന്റെ ഉപയോഗം വരുന്നത്. അപ്പൊ അരേ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു ലൂപ്പിന്റെ ആവശ്യമുണ്ട്. ഏറ്റവും സിമ്പിൾ ആയിട്ട് അരയിൽ നമ്മൾ ഉപയോഗിക്കാവുന്ന ലൂപ്പാണ് ഫോർ ലൂപ്പ്. വൈൽ ലൂപ്പും ഡു വൈൽ ലൂപ്പും ഒക്കെ ഉപയോഗിക്കാം, പക്ഷെ ഏറ്റവും സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ലൂപ്പാണ് ഫോർ ലൂപ്പ്. 5 എലമെന്റുകളെ നമ്മൾ എങ്ങനെയാ സമ്മ് കണ്ടുപിടിച്ചേക്ക് നോക്കൂ. ഫോർ ലൂപ്പില് 4i = 0, i <5, i++. കണ്ടോ, ഐയുടെ വാല്യൂ 0, ഐയുടെ വാല്യൂ 5 വരെ മൂവ് ചെയ്തു. അതിന്റെ അപ്ഡേഷൻ. ഇപ്പൊ നമുക്ക് സം ചെയ്തേക്കുന്ന സം പ്ലസ് സ്കോർ ഓഫ് i. അപ്പൊ ഐയുടെ വാല്യൂ 0 ആകുമ്പോൾ സ്കോർ ഓഫ് 0 സമ്മിലേക്ക് ആഡ് ചെയ്യും. ഐയുടെ വാല്യൂ 1 ആകുമ്പോൾ സ്കോർ ഓഫ് 1 സമ്മിലേക്ക് ആഡ് ചെയ്യും. ഐയുടെ വാല്യൂ 2 ആകുമ്പോൾ സ്കോർ ഓഫ് 2 സമ്മിലേക്ക് ആഡ് ചെയ്യും. അങ്ങനെ ഐയുടെ വാല്യൂ 4 ആകുമ്പോൾ സ്കോർ ഓഫ് 5ഉം സ്കോർ ഓഫ് 4ഉം ആഡ് ചെയ്യും. അപ്പോൾ അങ്ങനെ 5 എലമെന്റുകൾ നമ്മൾ ഈ ഒറ്റ ലൂപ്പ് ഉപയോഗിച്ച്, കണ്ടോ, ഈ ഒരു ലൂപ്പ് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ 5 എലമെന്റുകളെയും നമുക്ക് സമ്മ് കാണാം. അപ്പൊ ഇവിടെ ഈ ലൂപ്പ് ഈ 5ന്റെ സ്ഥാനത്ത് 10 കൊടുത്താൽ 10 എലമെന്റിന്റെ സമ്മ് കാണാം. 5ന്റെ സ്ഥാനത്ത് അവിടെ 100 കൊടുക്കുകയാണെങ്കിൽ 100 എലമെന്റ് സമ്മ് കാണാം. അപ്പൊ ജനറലൈസ് ചെയ്ത് അവിടെ നമ്മൾ n എന്ന് കൊടുക്കുകയാണെങ്കിലോ, n എന്ന് പറഞ്ഞാൽ ആ n-ന്റെ വാല്യൂ എന്താണോ ആ അത്രയും എലമെന്റുകളുടെ സമ്മ് നമുക്ക് അവിടെ കാണാൻ പറ്റും. അപ്പൊ അതാണ് ഫോർ ലൂപ്പ് ഉപയോഗിച്ച് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് അരേ യൂസ് ചെയ്യാം. അതുപോലെ നമുക്ക് ഫോർ ലൂപ്പ് ഉപയോഗിച്ച് അരേ റീഡ് ചെയ്യാനും പറ്റും അല്ലെ. ഫോർ ലൂപ്പ് ഉപയോഗിച്ച് നമുക്ക് ഇതുപോലെ അരേ റീഡ് ചെയ്യാനും സാധിക്കും. അപ്പൊ ഇങ്ങനെയാണ് അരയിലെ എലമെന്റുകളെ നമ്മൾ ആക്സസ് ചെയ്യുന്നത്. അപ്പൊ ഇത്രയാണ് അരേ എന്നുള്ള കൺസെപ്റ്റിൽ നമ്മൾ പറയുന്നത്. ഇനി അരേ കൺസെപ്റ്റിൽ ഒരു കാര്യം കൂടെ നമുക്ക് സ്പെസിഫൈ ചെയ്ത് പറയാനുണ്ട്. അതായത്
ട്രാവേഴ്സൽ നിന്ന് പരീക്ഷയ്ക്ക് മിക്കവാറും ചോദിക്കുന്നതാണ്. ആക്സസിങ് ഈച്ച് എലമെന്റ് ഓഫ് ആൻ അറേ അറ്റ്ലീസ്റ്റ് വൺസ് ടു പെർഫോം എനി ഓപ്പറേഷൻ ഈസ് നോൺ ആസ് ട്രാവേഴ്സൽ ഓപ്പറേഷൻ. അതായത് അറേയുടെ എലമെന്റിലെ അറ്റ്ലീസ്റ്റ് ഒരു പ്രാവശ്യമെങ്കിലും ആക്സസ് ചെയ്താൽ അതിനെ വിളിക്കുന്ന പേരാണ് ട്രാവേഴ്സൽ. ഡിസ്പ്ലേയിങ് ഓൾ ദി എലമെന്റ് ഓഫ് ആൻ അറേ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ട്രാവേഴ്സൽ. എല്ലാ എലമെന്റുകളെയും ഡിസ്പ്ലേ ചെയ്യുക എന്നുള്ളത് ട്രാവേഴ്സലിനൊരു എക്സാമ്പിൾ ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് അറേ എന്നുള്ള കൺസെപ്റ്റിൽ തിയറി പോർഷൻ ഇത്രയാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്.